നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം 10 പേർക്ക് പരിക്കേറ്റു. ആയൂർ ഇളവക്കോട്ടാണ് അപകടം. പരിക്കേറ്റ 6 പേരെ തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ നടപടി സ്വീകരിക്കുന്നില്ല. പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് കാട്ടാനകൾ തമ്പടിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ഇനി 52 ദിവസം മത്സ്യമേഖലയ്ക്ക് വറുതിയിടുന്ന ആളുകൾ. നിരോധന കാലയളവിന്റെ അവസാന 10 നാളുകൾ ഇളവ് അനുവദിക്കണമെന്ന് ബോട്ട് ഉടമകൾ. പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് ശാപമോക്ഷമാകുന്നു. മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് PS സുബാലൻ എം.എൽ.എ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണ്. വിശദമായ വാർത്തകളിലേക്ക്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം 10 പേർക്ക് പരിക്കേറ്റു. കൊല്ലം ആയൂർ ഇളവക്കോട്ടാണ് അപകടം. പരിക്കേറ്റ 6 പേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. രോഗിയെ കൊണ്ട് RCC ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. രോഗിയെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ആംബുലൻസിൽ ഞാൻ ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും. പ്രശ്നം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവരെല്ലാം കയറ്റി വിട്ടു. കാറ് നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന കാറ് നേരെ നമ്മുടെ സൈഡിലോട്ട് വന്ന് വണ്ടിക്കകത്ത് കയറി. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആംബുലൻസ് ഡ്രൈവറായ കുന്നിക്കോട് സ്വദേശി ഈസയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്കൊടി സ്വദേശി നവാസിന്റെ ഭാര്യ ജാസ്മിൻ, മക്കളായ ഫായിസ്, ഫാത്തിമ, ജാസ്മിന്റെ സഹോദരിയുടെ മക്കളായ +2 വിദ്യാർത്ഥികൾ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 6 പേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിനുള്ളിലകപ്പെട്ട ഡ്രൈവർ നവാസിനെ കടയ്ക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. ഒരു ആക്സിഡന്റ് നടന്ന 2 മിനിറ്റുകളിൽ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന സമയത്ത് ആംബുലൻസിൽ ഉള്ള യാത്രക്കാരെ അവിടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടേക്കായിരുന്നു. പിന്നെ കാറിലുള്ളവരെ ഒരു 3 പേരെ മെഡിക്കലിലോട്ടും വിട്ട് ഡ്രൈവർ കുടുങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഡ്രൈവറെ ഫയർഫോഴ്സ് വന്ന് അവസാനം വെട്ടിപ്പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവറെ എടുക്കാൻ കഴിഞ്ഞത്. ഡ്രൈവറെ നില കാലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കൈയും പ്രശ്നമാണ്. അതിൽ ആ പിറകിലിരുന്ന, അതായത് ആ കാറിലുണ്ടായിരുന്ന 2 പയ്യന്മാരും ഒരു ചെറുക്കന് അത്യാവശ്യം സീരിയസ് ആണ്. തലയിൽ ഇൻഷുറിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം പ്രശ്നങ്ങളാണ്. കാറിൽ 2 പയ്യന്മാരാണ്. 2 പയ്യന്മാരും 2 സ്ത്രീകളും. പിന്നെ മൊത്തം 6 പേരായിരുന്നു എന്നാണ് പറയുന്നത്. 6 പേരുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും 2 പേരെ അവർ ആംബുലൻസിലേക്ക് കൊണ്ടുപോയായിരുന്നു. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കടയ്ക്കൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയും ചടയമംഗലം പോലീസും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി. അഗ്നിരക്ഷാസേന റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചടയമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ തച്ചക്കോട്, പിറമല, പൊട്ടൻകുഴി ഭാഗത്താണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. ചക്ക, SFCKയുടെ തോട്ടത്തിലെ കൈതച്ചക്ക എന്നിവ ഭക്ഷിക്കാനാണ് ആനകൾ കൂട്ടമായി എത്തുന്നത്. ഉച്ചയോടെ പ്രദേശവാസികൾ ശബ്ദം വെച്ചും പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ആനകളെ തുരത്തിയെങ്കിലും
വനമേഖലയോട് ചേർന്ന് ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കുട്ടിയാന അടങ്ങുന്ന കാട്ടാനക്കൂട്ടം. 3 മാസങ്ങൾക്ക് മുമ്പ് കൂട് സ്ഥാപിച്ച പുലിയകപ്പെട്ട പ്രദേശത്തിനടുത്തായാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ എത്തിയിട്ടുള്ളത്. SFCK തൊഴിലാളി കുടുംബങ്ങളടക്കം നിരവധി പേർ പാർക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ തച്ചക്കോട്, ചാച്ചിപ്പുന്ന, മങ്കോട് പ്രധാന റോഡിൽ തച്ചക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട ഇരുചക്ര വാഹന യാത്രികരടക്കം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥി അടക്കം നിരവധി യാത്രികർ സഞ്ചരിക്കുന്ന പാതയിലാണ് കാട്ടാനക്കൂട്ടം മിക്ക ദിവസങ്ങളിലും എത്തുന്നത്. സ്ത്രീകളടക്കമുള്ള തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇവിടെ കാട്ടാന, പുലി, പന്നി, കാട്ടുപോത്ത്, കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. വൈദ്യുതി വേലികളും കിടങ്ങുകളും നശിച്ചതാണ് പകലും രാത്രിയുമായി ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ മേഖലയെ ഭീതിയിലാഴ്ത്തുന്നത്. വനം വകുപ്പ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അടക്കമുള്ള അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിലെ ആധുനിക അറവുശാല നിർമ്മിക്കുന്നത് ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് വ്യവസ്ഥയിൽ. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി നിർമ്മാണം നടത്തുന്നതിന് പുറമെ 10 വർഷത്തേക്ക് അറവുശാല പ്രവർത്തിപ്പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തവും കരാറെടുക്കുന്ന കമ്പനിക്കാകും. നിർമ്മാണത്തിന് പൈലിംഗ് ജോലികൾ ആരംഭിച്ചു. ബംഗളൂരു ആസ്ഥാനമായ MR ഫാംസ് എന്ന കമ്പനിയാണ് പുനലൂരിലെ അറവുശാല നിർമ്മാണത്തിന് കരാറെടുത്തിട്ടുള്ളത്. 1.5 വർഷമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണത്തിന് ശേഷം 10 കൊല്ലം അറവുശാല പ്രവർത്തിപ്പിക്കുന്നതും ഇതേ കമ്പനി തന്നെയായിരിക്കും. ശ്രീരാമവർമ്മപുരം ചന്തയുടെ കിഴക്കുഭാഗത്തായി 75 സെന്റ് ഭൂമിയിലാണ് അറവുശാല നിർമ്മിക്കുന്നത്. 2 മാസമായി ഇവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം പൈലിംഗ് ജോലികൾ ആരംഭിച്ചു. മൊത്തം 35 പൈലുകളാണ് നിർമ്മിക്കേണ്ടത്. ഇതിൽ 6 എണ്ണത്തിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചത്. സർക്കാർ ഏജൻസിയായ ഇമ്പാക്ട് കേരളയ്ക്കാണ് ഇതിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല. മാലിന്യം സംസ്കരിക്കുന്നത് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അറവുശാല നിർമ്മിക്കുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. പ്രതിദിനം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാൻ തക്കവിധം സൗകര്യമുണ്ടാകും. പുനലൂർ നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും ഇവിടെ കശാപ്പ് നടത്താം. കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 13.5 കോടി രൂപയാണ് അടങ്കൽ. ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന അറവുശാല 15 വർഷം മുമ്പ് പൂട്ടിയിരുന്നു. ഇവിടെ നിന്നുള്ള മലിനജലം കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറിനെ മലിനമാക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത്. പിന്നീട് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ അറവുശാല നിർമ്മിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. പുനലൂരിൽ കന്നുകാലികളുടെ കശാപ്പ് അവസാനിച്ചതോടെ നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും അനധികൃത കശാപ്പ് വ്യാപകമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഷീബ എം ജോണിന്റെ പ്രഥമ കവിതാ സമാഹാരമായ കവിത കവിയോട് ചെയ്യുന്നത് പുസ്തകം പ്രകാശനം ചെയ്തു. കവി കുരീപ്പുഴ ശ്രീകുമാർ പ്രകാശനം നിർവഹിച്ചു. വനിതാ സാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ഏരിയ കമ്മിറ്റി അംഗവുമായ ഷീബ എം ജോണിന്റെ പ്രഥമ കവിതാ സമാഹാരം കവിത കവിയോട് ചെയ്യുന്നത് പ്രകാശനം ചെയ്തു. കവി കുരീപ്പുഴ ശ്രീകുമാറാണ് പ്രകാശനം നിർവഹിച്ചത്. എത്ര സ്ത്രീകൾ നമുക്ക് ഭൂതകാലത്തേക്ക് സഞ്ചരിച്ചു പോയപ്പോൾ സീബയ്ക്കാണെങ്കിൽ നടന്ന ആൾക്കാരാണ്. 12 മാതകളുണ്ട്. കേരള സർവകലാശാലയിലെ അധ്യാപിക എന്നുള്ള വിഷലോടി ഇതുവരെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എത്ര പഴകിയ കാലത്ത് നിന്നും ഒരു സ്ത്രീ കവിതയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ആകെക്കൂടി നമ്മൾ എത്തുന്നത് തോട്ടയ്ക്കൽ ടിക്കാവമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ്. തോട്ടയ്ക്കൽ ടിക്കാവമ്മയുടെ കൃതികളൊന്നും ആർക്കും അറിയില്ലെങ്കിലും അവരെ കുറിച്ചുള്ള തെറിശ്ലോകം മിക്കവാറും ആളുകൾക്ക് അറിയാം. അതാണ് പുരുഷന്മാരുടെ സമീപനം എന്ന് പറയുന്നത്. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ലളിതാംബി അന്തർജനവും ബാലാമണിയമ്മയും സൂതോമയ്ക്ക് അടുത്ത കാലം നമ്മൾ കണ്ട് നിൽക്കാൻ മരിച്ചുപോയ സൂതോമയ്ക്ക് ഉണ്ടാകുന്നത്. മുതലോട് പാർവതിയമ്മയും കടത്തനാട് മാധവിയമ്മയും ഒക്കെ ഉണ്ടാകുന്നത്. ഇതാണ് മലയാളത്തിൽ സ്ത്രീ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ എല്ലാ ദിവസവും എഴുതുന്ന സ്ത്രീകളുണ്ട്. എല്ലാ ദിവസവും ഒരാൾ എഴുതണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും വായിക്കാൻ പാകത്തിന് ഏതെങ്കിലും ഒരു വനിതയുടെ കവിത നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പ് കൂട്ടായ്മയിലോ എവിടെയെങ്കിലും കിട്ടുന്നതാണ്. പുസ്തകത്തിന്റെ ആദ്യ പ്രതി കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഏറ്റുവാങ്ങി. ഡോക്ടർ സീമ ജെറോം അധ്യക്ഷത വഹിച്ചു. PK അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ KB ശെൽവമണി, ബീന സജീവ്, എബി പാപ്പച്ചൻ, VT കുരീപ്പുഴ, ജോഷുവ മാർട്ടിൻ, ഷാജി ഡെന്നീസ് എന്നിവർ പങ്കെടുത്തു. സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുന്നത്തൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ ഉയരുന്നു. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ ശ്രമഫലമായാണ് മിനി സിവിൽ സ്റ്റേഷൻ ശാസ്താംകോട്ടയിൽ നിർമ്മിക്കുന്നത്. കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ധനമന്ത്രി സ്ഥലം സന്ദർശിക്കും. കുന്നത്തൂർ താലൂക്കിലാണ് മിനി സിവിൽ സ്റ്റേഷൻ ഉയരുന്നത്. ശാസ്താംകോട്ടയിലാണ് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം.
കോവൂർ കുഞ്ഞുമോൻ MLAയുടെ ശ്രമഫലമായി നിർമ്മാണം ആരംഭിച്ച മിനി സിവിൽ സ്റ്റേഷന് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ധനമന്ത്രി ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കും. ഇത് സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. ശാസ്താംകോട്ട ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ മിനി സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. ഇപ്പോൾ തന്നെ 2 നിലയുടെ നിർമ്മാണം അവസാന നിമിഷത്തിൽ നിൽക്കുകയാണ്. നിലവിൽ 4 നിലയുടെ എസ്റ്റിമേറ്റാണ് DPR ആണ് തയ്യാറാക്കി ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 7 കോടി രൂപയുടെ ചിലവ് വേണ്ടി വരും. അപ്പോൾ നിലവിൽ 2025-26 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ 2 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ ബാക്കി ഓഡിറ്റോറിയവും മറ്റ് അനുബന്ധ പ്രവൃത്തികളും ചെയ്തു തീർക്കുന്നതിന് വേണ്ടി അഡീഷണലായിട്ട് 5 കോടി രൂപ കൂടി വേണ്ടി വരും. അത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ബിൽഡിങ്സിലെ ചീഫ് എഞ്ചിനീയറേയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അടുത്ത ആഴ്ച ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അവരെ കണ്ട് ഇത് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. എന്തായാലും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ സമയബന്ധിതമായി വർക്ക് ഏറ്റെടുത്ത് നല്ല നിലയിലുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനായി 2019-20 ബജറ്റിലാണ് ആദ്യം തുക വകയിരുത്തിയത്. അന്ന് 700 ലക്ഷം രൂപയും 20% തുക ടോക്കൺ പ്രൊവിഷനായും ഉൾപ്പെടുത്തിയിരുന്നു. മൊത്തം 7 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ബഹുമാന്യനായ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ്റെ ശ്രമഫലമായി കുന്നത്തൂർ താലൂക്കിൻ്റെ ചിരകാല സ്വപ്നമായ സ്വന്തമായ ഒരു സിവിൽ സ്റ്റേഷൻ എന്ന സ്വപ്നം ഏതാനും മാസങ്ങൾക്കുള്ളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. തീർച്ചയായും അതിനുവേണ്ടി MLA നടത്തിയ പരിശ്രമങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും, വിശേഷിച്ച് കുന്നത്തൂർ താലൂക്കിലെ എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമായ നിലയിൽ വളരെ പെട്ടെന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. വളരെ സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് നടന്ന അവലോകന യോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോരാതെ വരുന്ന ഫണ്ട് അനുവദിക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി അടക്കം സന്ദർശിക്കുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. നിർമ്മാണ പുരോഗതി സംബന്ധിച്ച അവലോകന യോഗത്തിനു ശേഷം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് KMMLന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. DCW തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ 4 തൊഴിലാളികളെ നോട്ടീസ് നൽകാതെ കമ്പനി അധികൃതർ പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട KMMLന് മുന്നിൽ 66 ദിവസം സത്യാഗ്രഹ സമരം നടന്നിരുന്നു. 3 ദിവസം നിരാഹാര സമരവും നടത്തി. ഇതേ തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ വിനോദ് വിജയ്, ലാൽ സോളമൻ, മഹേഷ് അഞ്ജലി, രതീഷ് പുന്തല എന്നിവർക്ക് ഷോക്കോസ് നോട്ടീസോ സസ്പെൻഷനോ നൽകാതെ കമ്പനി പുറത്തു നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 19 ദിവസമായി പുറത്തു നിർത്തിയിട്ടുള്ള തൊഴിലാളികളെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അവരാവശ്യപ്പെടുന്നത് അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ ശമ്പളത്തിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കൂലി, അങ്ങനെയാണല്ലോ മാനേജ്മെന്റ് കാണുന്നത്, വർധനവ് വേണമെന്നുള്ളതാണ്. അത് നീതിപൂർവമായ ഒരു ഡിമാൻഡാണ്. അവരുടെ ശമ്പളത്തിൽ വർധനവ് വേണം. എന്തുകൊണ്ട്? ജീവിത നിലവാര സൂചികയിൽ വലിയ വർധനവുണ്ടായിരിക്കും. ഞങ്ങളെ പോലെയുള്ള, ഞാൻ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്, സർക്കാർ സർവീസിലെ ജീവനക്കാരുണ്ട്. 21% DA കുടിശ്ശികയാക്കിയിരിക്കുന്ന സർക്കാരാണ്. എങ്ങനെയാണ് ആ DA നിശ്ചയിക്കുന്നത്? ജീവിത നിലവാര സൂചികയുടെ അടിസ്ഥാനത്തിലാണ്. സാധനത്തിന്റെ വില വർധനവ്, ഓരോ സാധനത്തിന്റെയും വില വർധനവ്, ജീവിക്കുന്നതിന് ആവശ്യമായ ചെലവിൽ വരുന്ന വർധനവ്, ആ വർധനവ് ഉണ്ടാകുമ്പോൾ നിയമപരമായി സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തി DA വർദ്ധിപ്പിച്ചു കൊടുക്കണമോ തീരുമാനിക്കുന്നു. ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നു, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നു. തൊഴിൽ ചെയ്യുന്ന ഏത് തൊഴിലാളിക്കും അവരുടെ ശമ്പളത്തിൽ കാലത്തിനനുസരണമായ വർധനവിനുള്ള അവകാശമുണ്ട്. അതൊരു മൗലിക അവകാശമാണ്. ആ മൗലികമായ അവകാശം ഈ മാനേജ്മെന്റ് ചെയ്യണ്ടേ, ഈ സർക്കാർ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ കരാർ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ച് ഒന്നിച്ചു നിന്ന് 79 ദിവസം ഈ ഫാക്ടറി പണിക്കൽ സമരം നടത്തി. ആ സമരത്തിൽ നിന്ന് ഒരാൾ പോലും അന്നുവരെ പിരിഞ്ഞു പോയില്ലല്ലോ. ആ സമരത്തിന് ആധാരമായ വിഷയങ്ങളാണ് പലതവണ മന്ത്രി വിളിച്ചു കൂട്ടിയ കോൺഫറൻസിൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയിൽ
ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ ചെറിയ ധാരണകൾ ഉണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനിടയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ തൊഴിലാളികളെ, 4 തൊഴിലാളികളെ, കോൺഗ്രസുകാരായ തൊഴിലാളികളെ, IMDC-കാരായ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. INTUC ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അവർക്ക് തെറ്റെന്നാന്ന് പറയാം. അന്ന് ഫോട്ടോസ് കൊടുത്തവരും നമുക്ക് ഇന്ന് വർദ്ധിക്കാം. അല്ലാതെ കോൺഗ്രസുകാർക്ക് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് ജോലി ചെയ്യാൻ കേരള സാഹചര്യം ഉണ്ടാക്കാതെ ഞങ്ങൾ അവകാശമായി തൊഴിലവകാശം ഏറ്റെടുക്കുന്നതിനകത്ത് കയറി ഈ ദുഷ്ടപ്രവർത്തിക്കെതിരെ ശബ്ദമുയർത്തുന്ന നമ്മളെ ഈ നാട്ടിലെ ജനങ്ങളും എല്ലാ തൊഴിലാളികളും. കോലത്ത് വേണുഗോപാൽ, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, R അരുൺരാജ്, സന്തോഷ് തുപ്പാശ്ശേരി, R ജയകുമാർ, ഗിരീഷ് മേച്ചേഴത്ത, സലാഹുദ്ദീൻ കിണർവിള, അൻവർ കാട്ടിൽ, നിഷ സുനീഷ്, ജയപ്രകാശ്, ജയചന്ദ്രൻ, അജയൻ ഗാന്ധിത്തറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കളരി വിളക്കുകൾ തെളിച്ച് പരബ്രഹ്മത്തെ മനസ്സിൽ ധ്യാനിച്ച് അവർ അടവുകൾ പയറ്റുകയാണ്. ഓച്ചിറ പരബ്രഹ്മത്തിനു മുന്നിൽ മിഥുനം 1-നും 2-നും അവർ കൈമൈ മറന്ന് അടവുകൾ പയറ്റും. കരയിലും വെള്ളത്തിലുമായി അവർ അടവുകൾ കാട്ടുമ്പോൾ അതിൽ കുരുന്നുകൾ മുതൽ പ്രായമുള്ളവർ വരെ ഉണ്ടാകും. 90-ാം വയസ്സിലും തന്റെ ശിഷ്യരെ പടനിലത്തേക്ക് എത്തിക്കാനായി ശിവരാമനാശാൻ പ്രായം മറന്നും അവരെ അടവുകൾ പഠിപ്പിക്കുകയാണ്. കളിസംഘങ്ങളുടെ പടപ്പുറപ്പാട് ഈ മാസം 15-നും 16-നുമാണ്. മലയാള മാസം 1-2 തീയതികളിൽ രണസ്മരണകൾ പുതുക്കി ഓച്ചിറ പടനിലത്ത് പ്രസിദ്ധമായ ഓച്ചിറക്കളി അന്നാണ്. ഓച്ചിറക്കളിയോടനുബന്ധിച്ച് 90-ാം വയസ്സിലും തന്റെ ശിഷ്യഗണങ്ങളുമായി പടനിലത്തെത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് കൊറ്റമ്പള്ളി പനമ്പ്ളാവിൽ ശിവരാമനാശാൻ. 5 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളാണ് ശിവരാമനാശാന്റെ കളരിയിൽ അടവുകൾ അഭ്യസിക്കുന്നത്. 2 കൊല്ലമായി ശിവരാമനാശാന്റെ കൂടെ ശിഷ്യനായി കളരി പഠിക്കുകയാണ്. ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട് ഓച്ചിറ പടനിലത്തിൽ കളരി കളിക്കാൻ പോകുന്നു. ഓണാട്ടുകരയിലെ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം പൂർണ്ണമായി സമർപ്പിക്കുന്ന ദിനങ്ങളാണ് മിഥുനം 1-2 തീയതികളിലെ ഓച്ചിറക്കളി. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്നായാണ് കളിസംഘങ്ങൾ പടനിലത്തേക്ക് എത്തുക. ഇവരിൽ ഒരുപക്ഷെ ഏറ്റവും മുതിർന്നയാളാണ് ശിവരാമനാശാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ അഭ്യാസങ്ങൾ പഠിക്കുകയും പിന്നീട് നിരവധി പേരെ അഭ്യസിപ്പിക്കുകയും ചെയ്ത ശിവരാമനാശാൻ പടനിലത്തെത്തുന്ന 100 കണക്കിന് പേരുടെ ഗുരുവാണ്. 12 വയസ്സ് പ്രായമായ ആദ്യം മുതൽ കളി അഭ്യസം തുടങ്ങിയതാണ്. അപ്പം ഇന്നിപ്പം 90 വയസ്സ് പ്രായമുണ്ട്. ഇന്നും അത് മുടങ്ങിയിട്ടില്ല. ഇന്നും ഓച്ചിറ ഭഗവാന്റെ പരിപ്രശ്നത്തിനിടയ്ക്ക് ഇന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ നിൽക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ കലയും കൊണ്ട് പോകുന്നവനാണ്. ഇങ്ങനെയായിട്ട് അഭ്യസിപ്പിച്ച് കൊണ്ടുപോകുന്നവനാണ്. ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല. അതിൽ എനിക്ക് എല്ലാവരുടെയും സഹായങ്ങളുമുണ്ട്. ഇടവം 1-ന് കളരികളിൽ വിളക്കു തെളിച്ച ശേഷമാണ് അഭ്യാസമുറകൾ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചത്. ഒരു മാസക്കാലത്തെ തീവ്രമായ പരിശീലനത്തിനാണ് ഓച്ചിറക്കളിയോടെ സമാപനമാവുക. യോദ്ധാക്കൾ ആയുധങ്ങളുമായി എട്ടുകണ്ടത്തിലിറങ്ങി അംഗം വെട്ടുന്നത് കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക. ഓണാട്ടുകര പ്രദേശത്തെ ഉത്സവങ്ങളുടെ സമാപനം കൂടിയാണ് ഓച്ചിറക്കളി. ശിവരാമനാശാനെ പോലെ തന്നെ നിരവധി പേർ നിരവധി ശിഷ്യരുമായി ഓച്ചിറ പടനിലത്തേക്ക് എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
കുട്ടികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. കേരള തണ്ടാർ മഹാസഭ പട്ടത്താനം 225 നമ്പർ ശാഖ വാർഷികത്തോടനുബന്ധിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. കേരള തണ്ടാർ മഹാസഭ പട്ടത്താനം 225 നമ്പർ ശാഖയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോൺ ഈസ്റ്റ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി ആർ രാഹുൽ രാജ്, മുരുകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ലഹരി മയക്കുമരുന്ന് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചി തീരത്തെ കപ്പൽ അപകടം. കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് തീരുമാനം. നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം നിലവിൽ പ്രാധാന്യം നൽകേണ്ടതെന്നും തീരുമാനം. ഇത് ഇൻഷുറൻസ് ക്ലെയിമിംഗിന് സഹായകരമാകും. മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസെടുക്കേണ്ടതില്ലെന്ന തീരുമാനം. മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം നിലവിൽ പ്രാധാന്യം നൽകേണ്ടതെന്നാണ് തീരുമാനം. ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകും. യോഗവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് തീരുമാനത്തെക്കുറിച്ചുള്ളത്. MLC എൽസ കപ്പൽ കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന ഇടപാടുകാരനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിന് കേരളവുമായി സഹകരിക്കേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ്. കമ്പനിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. 3 മാസം മുമ്പ് തീപിടുത്തത്തിലാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചത്. സൂപ്പർ മാർക്കറ്റ് നവീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്. 3 മാസം മുമ്പ് തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്നാണ് ഓച്ചിറയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് അടച്ചിടേണ്ടി വന്നത്. നവീകരിച്ച സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി നിർവഹിച്ചു. ദാരുണമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീ പിടിച്ച് അതിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കുറച്ച് നാളുകളായി ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഓച്ചിറയുടെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഒരു ആപത്ത് കേന്ദ്രമായിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ വില സഹായത്തിൽ സാധനം വാങ്ങിക്കുന്നതിന് നമുക്കൊരു സഹായമായി നിന്ന ഈ സപ്ലൈകോ ഇവിടുന്ന് പലരും പല സ്ഥലത്തേക്കും കടം മാറ്റി കൊണ്ടുപോകുന്നതിനൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മളത് എല്ലാം തടഞ്ഞ് ഇവിടെ തന്നെ അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ള നമ്മുടെ പ്രഷർ അതെന്തായാലും ഗവൺമെൻറ് അതുപോലെ തന്നെ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷെറിൻ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി, സപ്ലൈകോ കരുനാഗപ്പള്ളി ഡിപ്പോ മാനേജർ ശ്യാം സുന്ദർ, ജൂനിയർ മാനേജർ വിമല തുടങ്ങിയവർ പങ്കെടുത്തു. സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും സപ്ലൈകോയിൽ ലഭ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൂപ്പർ മാർക്കറ്റ് അഗ്നിക്കിരയായത് അതിനുശേഷം ഇപ്പം കൃത്യം 3 മാസമായി. 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് അത്യാവശ്യമായ സാധനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ വളരെ ഹെഡ് ഓഫീസിലൊക്കെ പോയി വളരെ സിൻസിയറായിട്ട് ഇവിടുത്തെ ട്രൈബ് എല്ലാം ചെയ്തതിൻ്റെ ഫലമാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്കെല്ലാം മറ്റുള്ളവർക്കും എൻ്റെയും കരുനാഗപ്പള്ളി ഡിപ്പോയുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ തീരത്ത് ആളും ആരവങ്ങളും ഒഴിയും. ഇനി 52 ദിവസം മത്സ്യമേഖലയ്ക്ക് വറുതിയുടെ നാളുകളാണ്. കപ്പൽ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുണ്ടായ ബുദ്ധിമുട്ട് മാറ്റാൻ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധന കാലയളവിന്റെ അവസാന 10 നാളുകൾ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ബോട്ട് ഉടമകൾ രംഗത്തെത്തി. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ സംസ്ഥാനത്തെ 3700-ലധികം ബോട്ടുകളെയാണ് കരയ്ക്കെടുത്തുന്നത്. ബോട്ടുകളിൽ നിന്നും വലകൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപാധികൾ കരയിലേക്ക് തൊഴിലാളികൾ നീക്കി തുടങ്ങി. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തുന്ന ബോട്ടുകളും ചങ്ങലക്കിടുന്നതോടെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. ട്രോളിംഗ് വന്നു കഴിയുമ്പോൾ ഇവിടെ വച്ചിരിക്കും. ഓടെ ബോട്ട് പോകത്തില്ല. ഞങ്ങൾ അന്നേരം ഈ കൈ കിട്ടുന്ന വല്ല വില ഏതെങ്കിലും പങ്ക് മിച്ചം പിടിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഇപ്രാവശ്യം ഇട്ടാക്കാനും ഇല്ല. ഒരു രൂപയും ഒരാളിനും വില ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്ന പൊന്നും പൊടിയെല്ലാം എല്ലാവരും ബാങ്കിലെല്ലാം കടമായി അനിരോഗങ്ങളും തൂക്കുകേടും ഒക്കെ ആയപ്പോഴത്തേന് ആകെ പരാജയമായി. 1988 പരീക്ഷണാടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് ആരംഭിച്ച ട്രോളിംഗ് നിരോധനം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ഉപരിതലത്തിലെ മീനുകളായ മത്തി, അയല എന്നിവ സംരക്ഷിക്കുവാനെന്ന പേരിൽ ആഴക്കടലിൽ വലവീശുന്ന ബോട്ടുകളെ നിയന്ത്രിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്.
ചരക്ക് കപ്പൽ മുങ്ങിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കഴിഞ്ഞ 2 ആഴ്ചകൾ മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന കാലയളവിൽ 10 ദിവസം ഇളവ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മാത്യൂസ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ചയുള്ള കാലയളവോളം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഇതിനകത്തുമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ലക്ഷക്കണക്കിന് പേർ തൊഴിലെടുക്കുകയും കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം ലഭിക്കുകയും ചെയ്യുന്നൊരു വ്യവസായമാണ്. ഇതിപ്പോൾ ഈ കപ്പൽ ദുരന്തവും ഈ കാലാവസ്ഥയുടെ വ്യതിയാനവും കൊണ്ട് നമുക്ക് ഏകദേശം 2 ആഴ്ചയോളം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു 10 ദിവസം അവസാന ദിവസം ജൂലൈ 21-ാം തീയതി മുതൽ 10 ദിവസത്തേക്ക് നമുക്ക് ട്രോളിംഗ് നിരോധനം ഇളവനുവദിച്ചു തരാനായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തയ്യാറാകണം. അല്ലാതെ ഈ മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ നിലവിലിപ്പോൾ ഒരു സാഹചര്യവും കാണുന്നില്ല. അത്രയ്ക്ക് പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യത്തെ കപ്പൽ ദുരന്തവും ഈ കാലാവസ്ഥ പ്രക്ഷോഭണവും എല്ലാം കൂടെ വെച്ചോട്ട് നമുക്ക് ഈ പ്രാവശ്യം ഈ നമ്മുടെ നിരോധനത്തിൽ ഒരു 10 ദിവസത്തെ ഇളവ് അനുവദിച്ച് തരണമെന്നാണ് നമുക്ക് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഇൻബോർഡ് വള്ളങ്ങളും തുഴമാറ്റി യന്ത്രം ഘടിപ്പിച്ച പരമ്പരാഗത യാനങ്ങൾക്കും നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയുള്ളപ്പോൾ ബോട്ടുകൾക്ക് മാത്രമാണ് നിരോധനമുള്ളത്. എന്നാൽ ട്രോളിംഗ് നിരോധനത്തിന് പകരം സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം നടപ്പിലാക്കണമെന്നാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ വാഴക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് ശാപമോക്ഷമാകുന്നു. വാഴക്കോട് മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് PS സുബാൽ MLA പറഞ്ഞു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണിത്. 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട PS സുബാൽ MLA പൊതുമരാമത്ത് മന്ത്രിക്കും ദേശീയപാതാ വിഭാഗത്തിനും നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 3,57,00,000 രൂപയാണ് വാളക്കോട് മേൽപ്പാലം നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഈ തുക NHAE സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗത്തിന് കൈമാറണം. പ്രദേശത്ത് NHAE വിഭാഗം നേരത്തെ സർവേ നടത്തിയിരുന്നു. ഇനി PWD ഡിസൈൻ വിഭാഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. റെയിൽവേ PWD ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സംയുക്ത പരിശോധന നടത്തുമെന്നും ഇതിനുശേഷം നടപടികൾ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. അത് നമ്മുടെ വാളക്കോട് മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും. 3,57,00,000 രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത്. അത് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗമാണ്. അതിനാവശ്യമായിട്ടുള്ള പൈസ അവർ കൈമാറണം. അതിപ്പോൾ നമ്മുടെ PWDയുമായി ബന്ധപ്പെട്ട് ഡിസൈൻ വിങ്ങിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് അവരാണ് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ NHAയുടെ ഡിസൈൻ വിഭാഗം അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യേണ്ടത് സംസ്ഥാന PWD ആയതുകൊണ്ട് PWD ഡിസൈൻ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ റെയിൽവേയും അതുപോലെ തന്നെ നമ്മുടെ NHA PWD ഡിസൈൻ വിഭാഗം അവരുടെ ഒരു ജോയിന്റ് വിസിറ്റ് അനിവാര്യമാണ്. അതിനുവേണ്ടി PWD ഡിസൈൻ വിഭാഗം റെയിൽവേയോടും NHAയോടും കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഡേറ്റ് കൊടുക്കുന്ന മുറയ്ക്ക് സംയുക്തമായിട്ടുള്ള സർവേ നടത്തിക്കൊണ്ട് ആ സർവേ പൂർത്തീകരിച്ചാൽ ഈ പണം സംസ്ഥാന PWDക്ക് കൈമാറി ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് TSഉം ASഉം എല്ലാം വാങ്ങിക്കൊണ്ട് ടെൻഡർ ചെയ്ത് അതിന്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. 5 മീറ്റർ മാത്രം വീതിയുള്ള വാഴക്കോട് റെയിൽവേ മേൽപ്പാലം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികം ചരക്ക് നീക്കം നടക്കുന്ന പാതകളിലൊന്നായ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ്. കൊല്ലം മുതൽ സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവ് കോട്ട വരെയുള്ള 90 കിലോമീറ്റർ ദൂരത്തിനിടയിലുള്ള പഴയ പാലങ്ങളൊക്കെ പുനർനിർമ്മിച്ചിട്ടും 100 വയസ്സ് പിന്നിട്ട വാഴക്കോട് പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഇത് വ്യാപകമായ ആക്ഷേപത്തിന് കാരണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം 10 പേർക്ക് പരിക്കേറ്റു. ആയൂർ ഇളവക്കോട്ടാണ് അപകടം. പരിക്കേറ്റ 6 പേരെ തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ നടപടി സ്വീകരിക്കുന്നില്ല. പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് കാട്ടാനകൾ തമ്പടിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ഇനി
52 ദിവസം മത്സ്യമേഖലയ്ക്ക് വറുതിയിടുന്ന ആളുകൾ. നിരോധന കാലയളവിന്റെ അവസാന 10 നാളുകൾ ഇളവ് അനുവദിക്കണമെന്ന് ബോട്ട് ഉടമകൾ. പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് ശാപമോക്ഷമാകുന്നു. മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് PS സുബാലൻ എം.എൽ.എ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.